പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം 21. അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണണോ എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യം നടന്നാൽ പോരെ, അതെങ്ങനെ സാധിച്ചു എന്നതൊക്കെ അറിയേണ്ടതുണ്ടോ? ചിലരുടെ സ്വഭാവം അങ്ങനെയാണ്. എന്ത് സംഗതിയായാലും അതിൻ്റെ വേര് വരെ കിളച്ചെടുത്തേ ഉറക്കം വരികയുള്ളൂ. ഓടുകൊണ്ടുണ്ടാക്കിയ കാരയിലാണോ അപ്പം ചുട്ടത്? അതിലെത്ര കുഴിയുണ്ടായിരുന്നു? വെളിച്ചെണ്ണ തന്നെയാണോ ഉപയോഗിച്ചത്? വിറകടുപ്പിലാണോ ഗ്യാസടുപ്പിലാണോ അപ്പം ചുട്ടത്? അങ്ങനെ പല കാര്യങ്ങളും അവർക്കറിയണം. അത്തരക്കാരിലൊരാളാണ് കിട്ടൻ. കിട്ടൻ്റെ മകളെ പെണ്ണ് കാണാൻ വന്നതായിരുന്നു ഗോപാലനും കൂട്ടരും, കൂടെ ദല്ലാളും. ചെറുക്കനെപ്പറ്റിയും വീട്ടുകാരെപ്പറ്റിയുമെല്ലാം മൂപ്പർ വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞു. എന്നിട്ടും വിടാതെ വീട്ടിലെ പശുക്കളെപ്പറ്റിയും കോഴികളെപ്പറ്റിയുമൊക്കെയായി ചോദ്യങ്ങൾ. കേട്ടുമടുത്ത ദല്ലാൾ ഇടക്ക് കയറി പറഞ്ഞു, അപ്പം തിന്നാ പോരെ കിട്ടേട്ടാ, കുഴി എണ്ണണോ? കിട്ടേട്ടൻ അവിടെ നിർത്തി ചോദ്യങ്ങൾ. ഉള്ളിലൊന്ന്, നാക്കിലൊന്ന്, കയ്യിലൊന്ന്. അങ്ങനെയും കാണും ചിലർ. തീരെ വിശ്വസിക്കാൻ പറ്റാത്തവർ. മനസ്സിലൊന്ന് വിചാരിക്കും, പറയുന്നത് മറ്റൊന്നായിരിക്കും, ചെയ്യുന്നതോ ഇത് രണ്ടുമായിരിക്കില്ല താനും. പഴഞ്ചൊല്ലിൽ പതിരില്ലെങ്കിലും പതിരില്ലാത്ത കതിരില്ലെന്നാണ് പഴമക്കാർ പറയുക. ഒരു ദോഷവും കുറ്റവുമില്ലാത്ത ആരെങ്കിലും കാണുമോ? 100% ശുദ്ധർ ഇല്ല തന്നെ. എന്തെങ്കിലും ചെറിയ ന്യൂനതയെങ്കിലും കാണും. അതുപോലെ തന്നെയാണ് ഏത് പ്രവൃത്തിയിലും ചെറിയ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്താനാകും. 1-2 ചാഴി നെല്ലെങ്കിലും ഇല്ലാത്ത കതിരുകൾ കണ്ടെത്താൻ കഴിഞ്ഞെന്നു വരില്ല. ശരിയാണെന്ന് തോന്നുന്നില്ലേ? സന്തോഷത്തോടെ, സ്നേഹത്തോടെ, നന്ദി, നമസ്കാരം.